ഹലോ ഗൈസ്, ഞാനുള്ളത് അരീക്കാട് പാടത്താട്ടോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അരീക്കാട് പാടാണ്. അപ്പൊ ഇവിടുത്തെ അരീക്കാടിന്റെ സ്പെഷ്യൽ സെലിബ്രിറ്റി ഉണ്ട്, പുള്ളിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അസ്സലാമു അലൈക്കും. ജലീൽ, ഇതാ അരീക്കാടിന്റെ സിനിമാ നടനാണ് ജലീല്. എന്തൊക്കെ സുഖമായിരിക്കും, അൽഹംദുലില്ലാഹ് അടിപൊളിയാണ്. അരീക്കാട് വരലാവാൻ കാരണം നിങ്ങളും ഒരു പങ്കുണ്ട്. നമ്മളെല്ലാ റീൽസും 90% റീൽസും ഞങ്ങൾ ഇവിടുന്നാണ് ഇടല്. ഇത് നമ്മള് സ്ഥിരം ലൊക്കേഷനാണ്. അങ്ങനെ പിന്നെ ഈ കാറ്റും ഈ ചൂടൊക്കെ ആൾക്കാർ പുറത്തൊക്കെ തുടങ്ങി കാറ്റുള്ള പോലെ നമ്മളത് വീഡിയോ എടുത്തിട്ടു. ആ വീഡിയോ വൈറലായി. ഇതിൽ അരീക്കാലത്ത് എല്ലാ വ്ളോഗർമാർക്കും പങ്കുണ്ട്, ഒരാളുടെ മാത്രമല്ല എല്ലാ വ്ളോഗർമാർക്കും കൂടി ചെയ്യേണ്ട വീഡിയോ ആയിട്ട്. ഇതെന്റെ ഫ്രണ്ടാണ്, ചെമ്പൻ കുന്നുംപുറം വ്ളോഗറാണ്. നമ്മളൊരു വ്ളോഗർ ഉണ്ട്. എന്താണ് ചെമ്പൻ കുന്നുംപുറം? ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്തുള്ള തോട്ടശ്ശേരം എന്നാണ് വരുന്നത്. ഈ വീഡിയോ മുമ്പ് ഇവിടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലെ വഴി പാസ് ചെയ്തപ്പോ പാടം കാണാൻ വേണ്ടി 2-3 റൗണ്ട് കറങ്ങി അവസാനം ഇവിടെ എത്തിപ്പെട്ടതാണ്. ആളുകളെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. വൻ ജനം എന്ന് പറഞ്ഞാൽ വൻ ജനം. നല്ല ട്രാഫിക്കും ഉണ്ട്. അതെ, നല്ല തിരക്കുണ്ട്. പാടത്ത് ഈ കാഴ്ച കാണാൻ പറ്റി. ഞാൻ എല്ലാവരും വന്നു. പിന്നെ ജലീലിന്റെ കൂടെയുള്ള സൽമാൻ പള്ളിമാലി, സൽമാൻ തിരൂര്, നമ്മളെ സ്വന്തം അളിയനാണ്. അപ്പൊ അളിയന്റെ അൺലിമിറ്റഡ് കാറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷെ കാറ്റ് കുറവാണ് ഇന്ന്, കാറ്റ് ചെറുതായിട്ട് കുറവാണ്. പിന്നെ അതേപോലെ ജലീൽ നേരത്തെ പറഞ്ഞ കുറെ വ്ളോഗേഴ്സ് ചേർന്നിട്ടാണ് ഈ പാടം വൈറലാക്കിയത്. അതില് ഒരു മെയിൻ പങ്ക് നമ്മളെ ഷബീറിനുണ്ട്. ഷബീർ തിരൂര്, അതായത് തിരുവടേറിയാണ് ഒരു പേജ് ഉണ്ട്. കൂടുതൽ പേരുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരുമിച്ച് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ഇവിടുത്തെ വ്ളോഗേഴ്സ് സ്പോൺസർ ചെയ്ത പരിപാടിയാണ്. വ്ളോഗേഴ്സ് അതേപോലെ കലാവേദിന്റെ അവരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ സെറ്റ് ആക്കിയാണ് ഇന്നത്തെ പരിപാടി. എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ സ്പോൺസർ ഉണ്ട്, IUPS അരീക്കാട്. നമ്മളിങ്ങനെ കാര്യം പറഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഉള്ള നല്ലവരായ എല്ലാ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഗംഭീരമായിട്ട് നടന്നു പോകുന്നുണ്ട് പരിപാടി. ഒരുപാട് കലാകാരന്മാർ നമുക്ക് സ്റ്റേജിൽ എത്തിക്കാൻ പറ്റി. നല്ല പാട്ട് പാടുന്ന കുട്ടികൾ ഇഷ്ടം പോലെ, ചെറിയ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവരെ നല്ല പാട്ട്, പ്രായത്തിന്റെ അതിർവരമ്പൊന്നുമില്ല, എല്ലാവർക്കും വന്ന് പാടാം. എല്ലാവരും ഒരുപാട് ആൾക്കാർ പാടി. നാളെ ഉണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശം എന്താ, ഒരുപാട് ആൾക്കാർക്ക് ഈ വേദി കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഓപ്പൺ വേദി കൊടുക്കുമ്പോ പാടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് പാടാം, അതിനുള്ള അവസരങ്ങളാണിത് അത് കിട്ടുന്നത്. അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഇവിടെ വന്നപ്പോ ഒരാൾ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഈ റീൽ എടുക്കാനല്ലാതെ വെറുതെ പേഴ്സണൽ ആവശ്യത്തിന് ഫോൺ ഉപയോഗിക്കുന്നില്ല. ഏറ്റവും വലിയ ഞങ്ങളെ സന്തോഷം. ഞങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നില്ല, ഫോൺ അഡിക്റ്റ് ആയ ആൾക്കാർ വരെ ഫോൺ കയ്യിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നത്, ചിരിക്കാനും ഉല്ലസിക്കാനും പരസ്പരം പങ്കിടാൻ, സന്തോഷം പങ്കിടാനൊക്കെ സമയം കണ്ടെത്തിയാണ്. അതിന് പറ്റിയ ഒരു സ്ഥലമായിട്ട് അരീക്കാട് പാടം മാറിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.